ഹലോ ഗായ്സ്, ഇന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ലാലേട്ടൻ ഇന്ന് മമ്മൂക്കയുടെ ഡ്രസ്സൊക്കെ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മമ്മൂക്കയുടെ ബർത്ത്ഡേ ആയിരുന്നു. അതിൻ്റെ അതേ കണക്കുള്ള മമ്മൂക്കയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള ഉടുപ്പൊക്കെ ഇട്ടാണ് ലാലേട്ടൻ ഇന്ന് ഹൗസിലേക്ക് വന്നത്. വന്നിട്ട് ഓരോ കാര്യങ്ങൾ ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ച നടന്ന ഓരോരോ കാര്യങ്ങൾ ഓരോ സംഭവങ്ങളായിട്ട് ചോദിച്ചു. ആർക്കും വലിയ വയറ് പ്രശ്നങ്ങളൊന്നും കൊടുത്തില്ല. മസ്താനിക്ക് മാത്രം ഒരു ശിക്ഷ കൊടുത്തു. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ടാഴ്ചത്തെ എവിക്ഷൻ നോമിനേഷൻ ഡയറക്റ്റ് എവിക്ഷൻ നോമിനേഷനിലേക്കാണ് ഇട്ടത്. ഞാൻ വിചാരിച്ചു ഫുള്ള് വീക്കിലും കൊടുക്കുമെന്ന്. പക്ഷേ രണ്ടാഴ്ചത്തെ എവിക്ഷൻ നോമിനേഷനിൽ തന്നെ മസ്താനി പുറത്ത് പോകുന്നൊരു തോന്നൽ ഉള്ളതുപോലെയാണ് ബീബിക്ക്. അപ്പോൾ അതുപോലെ ആ ഒരു എവിക്ഷൻ നോമിനേഷനാണ് മസ്താനി കൊടുത്തിരിക്കുന്നത്. അല്ലാതെ വലിയ ഒരു സംഭവം ഭയങ്കര വലിയ സംഭവങ്ങളോ പണിഷ്മെൻ്റ് ഒന്നുമില്ല. പിന്നെ മസ്താനിയുടെ പെട്ടി തിരിച്ചു കൊടുക്കില്ല. മസ്താനിയുടെ അയക്കുന്ന പെട്ടി അതുപോലെ തന്നെ തിരിച്ചയക്കും. മസ്താനിക്ക് കിട്ടില്ല എന്നുള്ള ഒരു പണിഷ്മെൻറ്റും കൂടി മസ്താനിക്ക് കൊടുത്തു. പുറത്തെ കാര്യങ്ങൾ പറഞ്ഞതിനാണ് കേട്ടോ. പുറത്തെ കാര്യങ്ങൾ പറഞ്ഞതും മോശമായിട്ട് വാക്കുകൾ ഉപയോഗിച്ചതിനും എല്ലാത്തിനും കൂടിയാണ് മസ്താനിക്ക് ശിക്ഷ കൊടുത്തത്. പിന്നെ ഓരോരുത്തരായിട്ടും അവിടെ നടന്ന ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഓരോരുത്തരോടും ചോദിച്ചു. അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അനിമോൾ എന്താ മിണ്ടാതിരിക്കുന്നതെന്ന് ചോദിച്ചു. അനിമോൾ എന്തായിരുന്നു ഉറങ്ങുന്നതെന്ന് ചോദിച്ചു. കാരണം അനിമോൾക്ക് നേരത്തെ നല്ല വഴക്ക് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു മാനസിക ബുദ്ധിമുട്ട് അനിമോളുടെ മുഖത്ത് നിന്ന് നമുക്ക് വായിച്ചെടുക്കാമായിരുന്നു. പിന്നീട് ക്യാപ്റ്റൻസിയെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ ക്യാപ്റ്റൻ എപ്പോഴും ഉറക്കമായിരുന്നല്ലോ എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചു. വേറെ വലിയ കാര്യങ്ങളൊന്നും ലാലേട്ടൻ പറഞ്ഞില്ല. പിന്നീട് ഇന്ന് പ്രധാനമായിട്ടും നടന്ന ഷൈത്യയുടെ എവിക്ഷൻ ആയിരുന്നു. അതിന് എവിക്ഷൻ ലാസ്റ്റ് 4 പേരെ സേഫാക്കി ആദ്യം തന്നെ ഒരു ബോർഡ് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരും അത് ഓപ്പൺ ചെയ്തു. പിന്നെ കിച്ചണിലെ ആ ഒരു ഫുഡ് കൊടുക്കുന്ന ദോശയുടെ അളവ് ചെറുത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എടുത്ത് ലാലേട്ടൻ പറയുന്നുണ്ടായിരുന്നു, അനിമോൾ വളരെ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന ആളാണല്ലോ, പിന്നെ എന്താണ് പറ്റിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനകത്ത് വളരെ മോശമായിട്ട് നമ്മുടെ എന്താ പറയുക ആദില സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിൽ പക വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അതിലൊന്നും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഫേക്ക് പേഴ്സണാലിറ്റി എന്നേ പറയാൻ പറ്റൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അതിനുള്ള സംഭവം പ്രധാനമായിട്ടും ശൈത്യ ഔട്ടായപ്പോൾ ആദിലയുടെ മുഖം നമ്മൾ ശ്രദ്ധിച്ചാൽ അത് നമുക്ക് മനസ്സിലാവുമായിരുന്നു. ശൈത്യയോട് ഭയങ്കര കൂട്ടാണെന്നൊക്കെ അതിലെ ഭാവിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും പരസ്പരം അറിഞ്ഞതിന് ശേഷം ഇന്ന് ശൈത്യ പുറത്തു പോകുന്നു എന്നറിഞ്ഞപ്പോൾ, ശൈത്യ ഔട്ടായി എന്നറിഞ്ഞപ്പോൾ ആദിലയുടെ മുഖത്തെ ആ ഒരു സന്തോഷം അത് പ്രധാനമായിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആദിലയും ഷാനവാസ്, അക്ബർ, റെന, ഫാത്തിമ അവർ ബോർഡിൽ സേഫായി. ബാക്കി 4 പേരായിരുന്നു. അതിൽ 2 ഫ്രണ്ട്സ് ആയവരെയും 2 ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്ത ആൾക്കാരും തമ്മിലായിരുന്നു. അവർ കൺഫെഷൻ റൂമിൽ വിളിച്ച് അവരോട് സംസാരിച്ചു. എന്തായാലും ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്, എന്തായാലും ബിഗ് ബോസ് തന്നെ ചെയ്തത് നല്ല കാര്യമായി. കാരണം 2 പേരുടെ ശൈത്യയും അനിമോളും തമ്മിലുള്ള ആ ഒരു പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് അവരുടെ തെറ്റിദ്ധാരണ മാറ്റാനുള്ള ഒരു അവസരം, പരസ്പരം സന്തോഷമായിട്ട് തന്നെ പിരിയാനുള്ള ഒരു അവസരം ബിബി ഉണ്ടാക്കി കൊടുത്തു. കാരണം അനിമോൾ ഒരിക്കലും ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നില്ല. അനിമോൾ വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ് കീപ്പ് ചെയ്തിരുന്നത്. അത് നമുക്ക് ലൈവ് കണ്ട എല്ലാ ആൾക്കാർക്കും, ഭക്ഷണം കഴിക്കുന്ന എല്ലാ വ്യക്തികൾക്കും, കോമൺ സെൻസ് ഉള്ള എല്ലാ വ്യക്തികൾക്കും മനസ്സിലായ കാര്യമാണ്. ഒരിക്കലും ഒരിടത്ത് പോലും ശൈത്യ കുറ്റം പറഞ്ഞിട്ടില്ല. ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് കട്ടാവുന്നതിന് മുമ്പും പറഞ്ഞിട്ടില്ല. പക്ഷേ ശൈത്യ അങ്ങനെയല്ല. ഇത്ര വലിയ ബുള്ളിങ്, സകലമാന ആൾക്കാരും കൂട്ടം ചേർന്ന് അനുവിനെ ആക്രമിച്ച സമയത്ത് അനുവിനെ ഭയങ്കരമായിട്ട് ഒരിക്കലും ഒരു പെണ്ണിന് ഒരാണിന് നിൽക്കാൻ പറ്റാത്ത പഴയ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ പോലെ അതിനേക്കാൾ വലിയൊരു ബുള്ളിങ് ആയിരുന്നു അനുവിന് അവിടെ ഏൽക്കേണ്ടി വന്നത്. ആ സമയത്ത് ഇട്ടിട്ട് പോവുക എന്ന് പറഞ്ഞാൽ പുറകിൽ നിന്ന് കുത്തുന്ന പോലെയാണ്. ഇട്ടിട്ട് പോയിട്ട് അവരെ ഗ്യാങ്ങിൽ ചേർന്നിട്ട് അനുവിനെ അതിലേ കൂടിയും മോശമായിട്ട് ചിത്രീകരിച്ചു. ഫ്ലേർട്ട് ചെയ്തെന്നും മറ്റേതും മറിച്ചതും അങ്ങനെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചു. അത് വളരെ മോശമായി പോയി.